ഹായ് എവ്രി വൺ. അപ്പോൾ വെൽക്കം ടു നട്ടപ്പാതിര വീഡിയോ. ഐ എ ബാറ്റ്മാൻ ഏജൻറ്റ്. നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ തൊപ്പി ആൻഡ് ദ ഗ്യാങ്, ഞാൻ മൈക്ക് ശരിയാണ് നോക്കിയത്, തൊപ്പി ആൻഡ് ദ ഗ്യാങ് ആൻഡ് മമ്മു പിടിച്ച വള്ളി. ഓക്കെ, അതാണ് വിഷയം. തൊപ്പി ആൻഡ് ദ ഗ്യാങ് ഭയങ്കര പോസിറ്റീവ് നോട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തൊപ്പിക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ചാണ് തൊപ്പിക്ക് വന്നിട്ടുള്ളത്. കുറേ കാര്യങ്ങളിൽ തൊപ്പി മാറി, ഭയങ്കര മെച്യൂർഡായി. തൊപ്പി സത്യം പറഞ്ഞാൽ വീട്ടിലിപ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനവും പിന്നെ കുറേ കുട്ടികളും, അതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. മുന് ഭയങ്കരമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും അവനെ പോസിറ്റീവ് നോട്ട് അവർ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മതി. ഒരിടയ്ക്ക് തൊപ്പി ആൻഡ് ഗ്യാങ് അല്ലെങ്കിൽ തൊപ്പിയുടെ തന്നെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ബട്ട് ഇറ്റ്സ് നൗ വെരി ആക്റ്റീവ്. വ്യൂവർഷിപ്പ് ഭയങ്കരമാണ്. അങ്ങനെ ആകെ മൊത്തം ഒരു അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. കാരണം ഞാനാണ് ഒരു പക്ഷേ തൊപ്പിയുടെ ഏറ്റവും കൂടുതൽ കോണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ തന്നെ എനിക്ക് നെഗ് അടിച്ച് കഴിഞ്ഞാൽ നെഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൊപ്പിയുടെ എപ്പോഴും നെഗ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ നിന്ന് വ്യൂവർഷിപ്പ് ആൻഡ് റീച്ചാണ് എല്ലാവരും നോക്കിയുള്ളത്. ബട്ട് എനിക്ക് രണ്ടും പറയാനുള്ളൊരു സംഗതി ഞാൻ ചെയ്യാറുണ്ട് എപ്പോഴും. സോ ഇത് പോസിറ്റീവ് നോട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതും പറയണം. പക്ഷെ അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ മമ്മു പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് വെറൈറ്റി മീഡിയയിൽ. ആക്ച്വലി വെറൈറ്റി മീഡിയയുടെ കോണ്ടൻറ്റുകൾ ഞാൻ കുറച്ച് സീനാണ് ആ ചാനലുമായിട്ട്. ഓക്കെ, അത് അവരുടെ തന്നെ വേറൊരു വിഷയത്തിൻ്റെ മുകളിൽ, ഒരു ക്യാമറ ആംഗിളിൻ്റെ സീനിൻ്റെ മുകളിൽ ഞാൻ പണ്ടൊരു വിഷയം ഉണ്ടാക്കി വെച്ചതാണ്. സംസാരിച്ച് പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം ഇല്ല, ഞാൻ നിങ്ങളെ കണ്ടൻറ്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയ ഒരാളാണ്. പക്ഷേ ഈ സംഗതി എന്താ പറയുക, ഇതിപ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ അവരെന്ത് ഒലയ്ക്കുകയാണെങ്കിലും ഇതിൻ്റെ മുകളിൽ ചെയ്തോട്ടെ എന്നുള്ളൊരവസ്ഥയിലാണ്. അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. കാരണം ഇത് ഇവൻ പറയുന്നത്, മമ്മു പറയുന്നത് നമുക്ക് വെച്ചേ പറ്റൂ. ഓക്കെ, വെക്കാതെ പോയിട്ട് കാര്യമില്ല. കാരണം നൈനിഷ എന്ന് പറഞ്ഞിട്ടുള്ള, ഇഫ് ഐ എം നോട്ട് റോങ്, കുട്ടിയുടെ പേര് അത് തന്നെയാണ്, നൈനിഷ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളത്. മമ്മു വായ്ത്താളത്തിനൊരു കുറവില്ല. ഓക്കെ, ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയുടെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ, ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ തൊപ്പി എങ്ങനെയായിരുന്നോ അതിൻ്റെ ഒരു കാർബൺ കോപ്പി അടിച്ച് കയറാനാണ് മമ്മുവിൻ്റെ സ്കീം. മമ്മു ഒരു പരിധി വരെ ഒരു ലൈക്ക് സ്റ്റാൻഡപ്പ് കോമഡി ടൈപ്പ് ഓഫ് സാധനങ്ങൾ ചെയ്യുന്നതിൽ ഓക്കെ ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെ മമ്മുവിൻ്റെ മറ്റേ ഉസ്താദും നമ്പൂരിയായിട്ടുള്ള വേഷപ്പകർച്ചകളും അതിലൂടെ പറഞ്ഞതും അതിൻ്റെ മോനെ എന്നുള്ള വിളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ പോട്ടെ, കാരണം ആ സെൻസിൽ പോകുന്നൊരു കണ്ടൻറ്റാണ്, അത് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കുട്ടീനെ തല്ലി, അവൻ്റെ ഒരു എന്താ പറയുക, ഒരു അഗ്രസീവ് ഫേസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും ഒളിഞ്ഞു നോട്ടത്തിനെ കുറിച്ച് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഭയങ്കരമായിട്ട് ആങ്കർ ഇരുന്ന് പറ 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 കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം എക്സ്ക്ലൂസിവിറ്റിയാണ്, എല്ലാം പിടിച്ചിട്ട് വൈറൽ അല്ലെങ്കിൽ എല്ലാം പിടിച്ചിട്ട് സെറ്റാക്കുക എന്നുള്ളൊരു സാധനം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി വേണം. മനസ്സിലായോ? അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കമ്മി ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഓനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2-3 വട്ടം ഇവൻ പക്ഷെ അതിങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി മമ്മു എവിടെയൊക്കെയോ. അതായത് ഞാൻ പറയണോ, പറഞ്ഞ അലമ്പാവോ, കഴിഞ്ഞതാണ് പറഞ്ഞ, അങ്ങനത്തെ സാധനം പറയാൻ നോക്കി. ബട്ട് അത് ആസ് എൻ ആങ്കർ അവർ കുത്തി എടുത്ത്. ഓക്കെ, അപ്പോൾ ആ പോർഷൻ നമുക്ക് കാണാം. അതൊക്കെ ഏത് പ്രായത്തിലാ അതായത് എനിക്ക് ബുദ്ധി വശന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാം, ഒരു ക്യൂരിയോസിറ്റി കാണാനുള്ള ഒരു തൊല. അതൊക്കെ നമുക്ക് ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ പോലീസിനെ? അതിലും ബെസ്റ്റ്. അതൊക്കെ അപ്പൊ ചെയ്തോണ്ടിരുന്നത്, അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ പുറം വേറൊരുത്തിനും കൂടി ഉണ്ടാവും. അപ്പൊ എന്നിട്ട് ആരെങ്കിലും പിടിച്ചിട്ടൊന്നുമില്ല? അത് ഫ്രണ്ടല്ല, ഇപ്പുറത്തെ വീട്ടിന് ഇപ്പുറത്തായിരിക്കും. പക്ഷെ അത്ര നമ്മുടെ അതേ വൈബുള്ള ഒരാള്. ഓക്കെ, അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? രണ്ടാളും ഞാൻ അവനോട് ഇടാം, വെറുതെ നമുക്കൊന്ന് ടൈം പാസ്. അങ്ങനെ കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് ഇതെല്ലാം പറയാം, രാത്രിയാണോ പോവാ? രാത്രി ഇപ്പൊ തന്നെ പകലിന് പോകും. അതായത് നമ്മള് വീടെന്ന് വെച്ചാൽ കുറെ മൊത്തം ഓടിട്ട് വീടാണ്. അപ്പൊ ഓടിളക്കിട്ടൊന്നുമില്ല. അതായത് ഓടിട്ട് വീടാ. കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട് വീടിന്റെ പുറത്തായിരിക്കും ബാത്റൂം ഉണ്ടാവും, ഉള്ളിൽ അധികം ബാത്റൂം ഉണ്ടാവില്ല. അപ്പൊ പുറത്തുനിന്ന് പോയി കൊള്ളണോ. പിന്നെ മംഗലശേലുണ്ടാ എല്ലാം പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത്. ഞാനത് സൗണ്ട് മാത്രമായിട്ട് ഇവിടെ വെക്കാൻ കാരണം എന്താ വെച്ചെങ്കിൽ, ഇനിയിപ്പോൾ വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ബ്ലറാക്കി സൈഡിൽ വെക്കാൻ കാരണം എന്താ വെച്ചെങ്കിൽ അതങ്ങനെ മതി. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞില്ല, ആ ചാനൽ വേണ്ടി കുറച്ച് വള്ളിയും സീനുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത്. യവന്മാർക്ക് ഇത് ഞാൻ പറഞ്ഞത് ചൊറിച്ചിലാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കീമാണെന്നോ, ഇവന്മാർ അടിച്ച് കളയുന്ന ടീമാണ്. പക്ഷെ ഞാൻ പറയുന്നു, എനിക്ക് പേഴ്സണലി ചില കാര്യങ്ങൾ കണ്ടാൽ നമ്മളത് പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, അത് ഈവൻ ഈഗോൻ്റെ മുകളിൽ നിന്നല്ലാതെ കുറച്ചൊക്കെ ഒരു സെൻസിലെടുത്തിട്ട് ചില കാര്യങ്ങൾ
അത് പഠിക്കണം. അത് ഞാനാണെങ്കിലും ചാനലാണെങ്കിലും ആരാണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആണ്, അതൊക്കെ പഠിച്ചേ പറ്റൂ. അങ്ങനത്തെ ഒരു സ്കീമാണത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഒരു എഡിറ്റിംഗ് ടേബിളിൽ നമുക്കൊരു സാധനം കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് കട്ട് ചെയ്ത് കളയാനുള്ള ഒരു സെൻസ് കാണിക്കണ്ടേ ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുമ്പോൾ. അപ്പോൾ അവൻ വാവിട്ട വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് എങ്ങനെയും ഫെയിം ആയാൽ മതി. മമ്മൂൻ്റെ കേസിൽ അവൻ എങ്ങനെയും ഫെയിം ആയാൽ മതി. അതവൻ്റെ സ്റ്റോറി തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അവൻ ഏതെങ്കിലും വഴിക്ക് വൈറലാവണം, അവനെങ്ങനെ സെറ്റാവണം എന്ന് പറഞ്ഞ് നടക്കുകയാണ് അവൻ. അപ്പോൾ അവൻ കുറച്ച് മസാല എരിവും പുളിയും ഇടും. ചിലപ്പോൾ അവൻ ഇല്ലാത്തത് വിളിച്ച് പറയും. ഇപ്പോൾ ഉള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ ഇവന് കിട്ടാവുന്ന ഒരു തരം ഒരു സാധനമുണ്ട്. കഴിഞ്ഞു പോയൊരു സംഭവമാണ്. ഓക്കെ, എന്നാലും ഇനിയിപ്പോൾ ഇവൻ ഈ സംഗതികൾ ചെയ്യില്ലല്ലോ. കഴിഞ്ഞു പോയൊരു സംഗതി, അവൻ്റെ നാട്ടിലവൻ ചെയ്തൊരു സംഗതി അതിനൊരുമാതിരി വെച്ച് ഭയങ്കര കോമഡിയാക്കി ഷോക്കേസിങ് ദെയർ ടാലൻ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി എന്താ പറയുക, അതിനങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ കാണിക്കുമ്പോൾ ഈ ഒളിഞ്ഞുനോട്ടത്തിനൊക്കെ എന്തെത്രത്തോളം ചിരിക്കാനും അതിലൊരു ക്യൂരിയോസിറ്റി കാണാനും ഉള്ളത് എനിക്കറിയില്ല പേഴ്സണലി. കാരണം അതിൽ നിന്നൊക്കെ സഫർ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇപ്പോഴും അഡ്വാൻസ്ഡ് സൊസൈറ്റിയുടെ അകത്ത്, ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ അകത്ത് വരെ ചില ആളുകൾ പെർവേർട്സ് ഇതേമാതിരി കണ്ണിക്കൊണ്ടെൻ്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുക, ചുമ്മാ പോയിട്ട് അലമ്പുണ്ടാക്കുക, മനസ്സിലായി, സ്ത്രീകളെ പോയി അങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്ന ഇഷ്ടംപോലെ ആളുകളില്ലേ. പിന്നെ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നത് ഓബിയസ്ലി കുട്ടികളാണ്. ഇതെന്തോ ഭയങ്കര തമാശയായിട്ട് ഈ സാധനങ്ങൾ എടുത്തിട്ട് ഇതേപോലെ അനുകരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയായാൽ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു ഈക്വൽ സാധനം നിങ്ങൾക്കും വന്നില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്യാനും കുറച്ചും കൂടി നല്ല രീതിയിൽ ആ സംഗതികൾ ആസ് എ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അത് വേറെ രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, ഫൈൻ. പിന്നെ മമ്മൂൻ്റെ കേസിൽ എടാ മോനെ നിനക്ക് ഫെയിം ആവാം, നീ ഓൾറെഡി ഫെയിം ആണ്. ഓക്കെ, നീ അതിലൊരു എക്സ്ട്രാ സാധനം കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി സാധനങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നീ ആസ് എ പേഴ്സൺ എങ്ങനെയാണ് സൊസൈറ്റിയിൽ റിഫ്ലക്റ്റ് ആവണമെന്നും കൂടി നീ തൊപ്പീനെ നിന്ന് പഠിക്കണം. മനസ്സിലായോ? തൊപ്പി വന്ന വഴി, നീ തൊപ്പിയെ കണ്ടതാണ്, വന്ന വഴി നിനക്കറിയാം, ഇപ്പോൾ തൊപ്പിയുടെ ചേഞ്ച് നിനക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് നിൻ്റെ മുന്നിലൊരു എക്സാമ്പിളായിട്ടുണ്ട്. നിനക്കത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല, നിനക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവനോടെങ്കിലും ചോദിച്ച് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയിട്ട് എങ്ങനെ എപ്പോൾ എങ്ങനെ പറയണം, എന്ത് ചെയ്യണം എന്നുള്ളത്. തൊപ്പിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ തൊപ്പി കുറേ വള്ളി പിടിച്ചിട്ടുണ്ട്, കുറേ എക്സ്പീരിയൻസും ഉണ്ട് അവന്. ഇപ്പോൾ ആ എക്സ്പീരിയൻസുകളിൽ നിന്നും വള്ളി പിടുത്തത്തിൽ നിന്നുമാണ് അവൻ പഠിച്ച് മാറിയിട്ടുള്ളത്. നിങ്ങൾക്ക് അവനത് പറഞ്ഞു തരുന്നുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ട്രൈ ടു ലേൺ സംതിങ്. മനസ്സിലായോ? എനിക്ക് പുസ്തകം പഠിക്കാനോ സ്കൂളിൽ പഠിക്കാനോ മാത്രമായിരിക്കും പ്രശ്നം. എനിക്കൊരു മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് കണ്ടും കേട്ടും പഠിക്കാൻ അത്ര വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ സിനിമയും ബാക്കി ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവണം. അതേപോലെ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആവുന്ന രീതിയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമ അല്ലെങ്കിൽ ബാക്കി പരിപാടിയിൽ പോകാൻ പറ്റും. അല്ലെങ്കിൽ കോമാളി പീസായിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, റീലും ലൈവും ഈ റിയൽ ലൈഫിൽ ഇങ്ങനെ പോകും. റിയാലിറ്റിയിൽ കമ്മിങ് ടു എ റിയാലിറ്റി നിനക്ക് വേറൊരു ബിഗ്ഗർ ക്യാൻവാസിലേക്ക് നീ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിന്ന കാര്യമില്ലല്ലോ, ലീഡായിട്ട് വരണ്ടേ. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. പക്ഷേ എന്തെവിടെ എങ്ങനെ എപ്പോൾ ആരോടൊക്കെ പറയണം, അത് ഏത് രീതിയിൽ പറയണം എന്നുള്ളത് ഒന്നും കൂടി നല്ല രീതിയിൽ തൊപ്പീനെ കണ്ട് പഠിക്കുക. അതിന് തൊപ്പീനെ കണ്ട് പഠിക്കാനുള്ള തൊപ്പിയിൽ നിന്ന് പഠിക്കാനും പറ്റിയൊരു ടൈമുമാണ് ഇപ്പോൾ. ഓക്കെ, ബിക്കോസ് തൊപ്പി മാറിയൊരു മാറ്റവും തൊപ്പി റെസ്പോൺസിബിളായൊരു റെസ്പോൺസിബിലിറ്റിയൊക്കെ അത് ഭീകരമാണ്. അത് കഴിഞ്ഞൊരു തൊപ്പിയുടെ വീഡിയോനകത്ത് ഇവന്മാരെല്ലാവരും കൂടി പുഴയിൽ ചാടാൻ പോകുന്ന നേരത്ത് തൊപ്പി എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. എണീക്കടാ, എടാ പോണം വാ. ഇതെന്ത് ചേടിയാടാ? പുതിന അല്ല, മല്ലിച്ചപ്പ്. പോടാ, എടി ഇതെന്തേ? എടുത്തേക്ക്. പുഴയിലെന്തിന് കുളിക്കാൻ? എന്ത് പുഴയിൽ കുളിക്കാൻ? ഇത് കുളമല്ലേ ഇത്? നീ എന്താ തടിയാ? നിനക്കെങ്കിലും ബുദ്ധിമുട്ട്. ചെറിയ പുഴ എടാ, തമാശ കളിക്കല്ല മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ അത് നോക്കിയാ, നീ ആ പുഴന്റെ ഒരു ഇത് രാവിലത്തെ പുഴേന്റെ ഒരു എടാ നല്ല ഒഴുക്കണ്ട, നല്ല ഒഴുക്കണ്ട. മിണ്ടാടിക്കടാ ജാസി, നിക്കുന്ന ബുദ്ധിയില്ലേ? എടാ മമ്മ ആദില ഞാൻ പറയുന്നത് ഒന്ന് ഇങ്ങോട്ട് വാ, ഞാൻ പറയുന്നത് ഇങ്ങോട്ട് വാ മക്കളെ, ഇങ്ങോട്ട് വാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇങ്ങോട്ട് വാ, ഒന്ന് കുളിച്ചിട്ട് വരാ. ഇങ്ങോട്ട് വാ.
ഇങ്ങോട്ട് വാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഇങ്ങോട്ട് വാ. എടാ ഇങ്ങോട്ടോ, അല്ല തിരിച്ചു കയറ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അല്ല ഇങ്ങോട്ടോ, വേറെ കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എണീ വാ, കയറ്, തിരിച്ചു കയറ്. എടാ തിരിച്ചു കയറ്, ഞാൻ പറയട്ടെ മോനെ. ആ പുഴേന്റെ മുകളിലുള്ള ഒഴുക്ക് നിങ്ങൾ നോക്കണ്ട, ഒരു അടിയൊഴുക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഞാൻ അടിയൊഴുക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കാണുമ്പോ പുഴ നോർമൽ ഉള്ള പോലെ തോന്നുന്നത്, അടിയൊഴുക്കുണ്ട്. കുളിക്കാൻ വേണ്ടി കീഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കേറൂല, അങ്ങനെ തന്നെ മുങ്ങി തമാശ കളിക്കല്ല. വന്ന് കേറിയ ഞാൻ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോവാ. കേറ്, വേണ്ട തിരിച്ചു തമാശ കളിക്കല്ല. എടാ മൂന്ന് പറയടാ, ഒരു ചെറിയ പിള്ളേരാൻ വിചാരിക്കാം. നീ മുതുക്കല്ലേ, ഇതാ ഈ മുതുക്ക് വയറിനാണ് ഏറ്റവും കയപ്പ്. ഇറങ്ങാ തടിയോ, ഇറങ്ങാങ്ങോട്ട് തിരിച്ചു കയറി. ഒരു കാര്യം പറയട്ടെ, അപ്പൊ അയാളെ നമ്മള് നേരത്തെ തോർത്തിട്ട് നമുക്ക് വേറെ വ്ളോഗില് വേറെ എന്തെല്ലോ ഫൺ പരിപാടി ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ ഡേഞ്ചർ പരിപാടി നമുക്ക് വേണ്ട മോനെ. കേറ്. എടാ നിങ്ങളെല്ലാം റെസ്പോൺസിബിലിറ്റി എന്റെ തലയിലാണ്. ഞാൻ കാര്യം പറയില്ല, നിങ്ങൾക്കൊന്നും പറ്റാണ്ട് നോക്കല എന്റെ ഉത്തരവാദിത്തം. വെറുതെ അനക്ക് എന്റെ സമാധാനം പോകും. അതുകൊണ്ടാ പ്ലീസ്, നിങ്ങളെ ഫണ്ടിനെ ഞാൻ ഇതാക്കുന്നില്ല, നിങ്ങളെ ഫണ്ട് ഞാൻ കളയുന്നതല്ല. നമുക്ക് വേറെ കുറെ ഫണ്ട് പരിപാടി ചെയ്യാം, വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാം. പുഴയിൽ ഇറങ്ങണ്ട പോലെ ഞാൻ പറയുന്നത് തിരിച്ചു കയറി. ഞാൻ പറയുന്നത് എന്റെ ആസനത്തില് കുത്തി കയറും, കേട്ടില്ല? ഇങ്ങോട്ട് ഇതിൽ കൂടെ വാ, ഇപ്പുറത്തെ കൂടെ വാ. അത് കുത്തി കയറി. നീ എന്താടാ പിള്ളേർക്ക് ബുദ്ധിയില്ലാന്ന് വിചാരിക്കാം. നീ ഒരു മുതുക്കല്ലടാ, നീയല്ലേ പറഞ്ഞ് മനസ്സിലാക്കണ്ടത്. എങ്ങനെയുണ്ട്? അതായതേ തൊപ്പി പഴയ തൊപ്പിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ കുറേ മാപ്പി പൂവൊക്കെ ഓടും. അത് വേറെ. പിന്നെ കണ്ടന്റാണ് തൊപ്പിക്ക്. പഴയ തൊപ്പിയുടെ കണ്ടന്റുകളാണെങ്കിൽ തൊപ്പി ആദ്യം പോയി ചാടിയിട്ടുണ്ടാവും. ആ ഫെൻസ് എടുത്ത് ചാടി തൊപ്പിയായിരിക്കും ആദ്യം പുഴയിൽ പോയി ചാടുന്നതും. അങ്ങനെ ഒലിച്ചു പോയിട്ട് പിന്നെ അതൊരു കണ്ടന്റായിട്ട് ആരെങ്കിലും പിടിച്ചുകൊണ്ടുവരേണ്ട അവസ്ഥയൊക്കെയായിരിക്കും. പക്ഷേ അതൊന്നും അല്ല, തൊപ്പി ഒരുപാട് മാറി. ചിലർ തന്തവൈബ് എന്നൊക്കെ പറയും, ബട്ട് നോ, ഇറ്റ്സ് എ മെച്യൂർ ഫേസ്. മനസ്സിലായോ? കുറേ സാധനങ്ങളിൽ നിന്ന് പഠിച്ച് പിന്നെ റെസ്പോൺസിബിലിറ്റി. ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അവിടെ നമ്മൾ മെച്യൂർ ആവും. കാരണം നമ്മൾ എടുത്തേ പറ്റൂ. ഒരു പണിപാടില്ലെങ്കിൽ ഇവിടെ ഇവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി കുട്ടികളാണ് ഒപ്പമുള്ളത് മൊത്തം. അവരുടെ റെസ്പോൺസിബിലിറ്റി ഓബിയസ്ലി തൊപ്പിയുടെ തലയിലാണ്. സോ അവനവിടെ ഇങ്ങനെ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ രീതിയിൽ അവരെ മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവന് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. മനസ്സിലായോ? അത് വെറും മുടി മാറ്റിയതും മറ്റേ പേര് മാറ്റി അങ്ങനത്തെ സീനൊന്നുമല്ല. ആൾ കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് ഒരു വേറെ വൈബിക്ക് മാറുന്നുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പണ്ടൊക്കെ അവനെ ചീത്ത വിളിച്ചതും തെറി പറഞ്ഞ ആളുകളും ജസ്റ്റ് വാച്ചിങ് ഹി ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ആൻഡ് കൂട്ടത്തിൽ അതേപോലെ ഉള്ള ആളുകൾ, ഇവൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും ഇതേപോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റോറി ഉണ്ട്. ഓക്കെ, നല്ല സാലറി കിട്ടുന്നത് ഇട്ടിട്ട് പോകുന്ന ഒരാളുണ്ട്. മുനു ഐനോ, മുനുവിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. മുനു എങ്ങനെയാണ് മുനവർ, ഓക്കെ, തൊപ്പിയുടെ ക്ലോസ് ഫ്രണ്ട്, പഴയ ഫ്രണ്ട്. മുനു എന്താ എങ്ങനെയാണെന്നുള്ളത് തൊപ്പി ഇങ്ങനെ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 99% ഞാൻ പറയുന്നത് അവൻ്റെ എഫേർട്ടാണ്, അവനാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരായിട്ട് മാറും. മമ്പു ആണെങ്കിലും മാറാതിരിക്കുകയൊന്നുമില്ല. ഇതിനിടയിൽ ഞാൻ ആ റാംബോൻ്റെ കഥ കേട്ടടേ. സത്യത്തിൽ ഞാൻ സീരിയസ്ലി ഹോണസ്റ്റ് നോട്ട് ചെയ്യാൻ പറയുകയാണ്. ചില സമയങ്ങളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ട സമയത്തും ഇവൻ ഒരു സാധനം നമുക്ക് തോന്നും. എനിക്കത് തോന്നിയത്, നമുക്ക് തോന്നുന്നത് എനിക്ക് പേഴ്സണലി തോന്നി ഇവനൊരു നിഗൂഢത ഉള്ള പോലത്തെ ഒരു സംഗതി എനിക്ക് തോന്നിയത്. ബട്ട് ഇവിടെ സ്റ്റോറി കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി ഉള്ള ഒരാൾക്ക്. ഞാൻ പഠിച്ചത് +2 കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ്, ഫയർ ആൻഡ് സേഫ്റ്റി, അതൊക്കെയാണ് ഞാൻ പഠിച്ചത്. എത്തിപ്പെട്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ വീട്ടിലെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അച്ഛന്, അമ്മ, ചേട്ടൻ, ഇവരാണ് എൻ്റെ വീട്ടിലുള്ളത്. അതിലെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പം എന്നെ കുറിച്ച് പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ നിയാദിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ
എനിക്ക് എൻ്റെ വീട്ടിൽ ഞാനെന്ന് പറഞ്ഞാൽ അഡോപ്റ്റഡ് ചൈൽഡാണ്. എന്നെ എടുത്ത് വളർത്തിയതാണ്, കൊച്ചിലെ എന്നെ എടുത്ത് വളർത്തിയതാണ്. ഞാൻ ഇതറിയണത് എൻ്റെ ഒരു 24 വയസ്സ്, 24 അല്ല, ഒരു 23 വയസ്സായ സമയത്താണ് ഞാൻ ഇത് അറിയണത്. ഒരു 3 വർഷം മുമ്പ് ആ സമയത്താണ് ഞാൻ ഇത് അറിയണത്, ഈ ഒരു കാര്യം അറിയണത്. പിന്നെ ഞാൻ എന്തോന്നു ആ സമയത്ത് ഞാൻ അറിയേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 23 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഇത് ആർക്കും അറിയില്ലല്ലോ. ഞാൻ ഇവിടെ അഡോപ്റ്റഡ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ വേറെ ആർക്കും ഞാൻ ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. വേറെ കൊച്ചിലോട്ട് ഇതിനു മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് വളർന്നു വരായിരുന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ആ ഒരു സമയത്ത് അറിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നാൾ നമ്മൾ എന്തോന്ന് അച്ഛൻ അമ്മ ഇല്ലെങ്കിൽ വീട്ടുകാർ ബന്ധുക്കൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവരൊന്നും നമ്മളെ ആരും അല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടായിപ്പോയി. ഒരു വർഷം ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം 1 വർഷം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പുറത്തു പോയിട്ട് കൂട്ടുകാരന്മാരെ അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ ഒന്നും ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് മൂത്ത മോനുണ്ട്, എൻ്റെ ഒരു ചേട്ടനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ എടുത്ത് വളർത്തിയത്. എന്നെ കൊച്ചിന് എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അതിനുശേഷം ഞാൻ പുറത്തോട്ട് പോയി. ഇതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവരെന്നെ പുറത്തോട്ട് വിട്ടു, ദുബായിലോട്ട് വിട്ടു. അവിടെ പോയി നിന്നിട്ടും ജോലിക്ക് പോയിട്ട് എന്നെ കൊണ്ട് അവിടെ ജോലി ചെയ്യാനൊന്നും പറ്റിയില്ല. ഈ ഒരു ഡിപ്രഷൻ അടിച്ചിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. ഒരു 6 മാസം ഞാൻ കോയമ്പത്തൂർ വണ്ടി ഓടിക്കാൻ പോയി, ടാക്സി ഓടിക്കാൻ പോയി. 6 മാസം ഞാൻ ടാക്സി ഓടിക്കാൻ പോയി. വേറെ വരുമാനമൊന്നുമില്ല വീട്ടിൽ നിന്ന്. പിന്നെ ചോദിക്കാൻ പറ്റൂലെന്നല്ല, ചോദിച്ചാൽ തരും, പക്ഷെ എല്ലാവരും ചോദിക്കാനൊക്കെ ഒരു മടി. അങ്ങനെ 6 മാസം ഞാൻ കോയമ്പത്തൂർ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ടാക്സി ഓടിച്ച് വാടകയ്ക്ക് ഒരു ടാക്സി ഓണർ ചെയ്യുന്ന ഒരു ടാക്സി റെൻറ്റിനെടുത്ത് അത് ഓടിച്ച് രാത്രി അതിൽ തന്നെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേക്കും, വീണ്ടും അതിൽ തന്നെ കിടന്നുറങ്ങും. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ ഒന്നുമില്ല. എൻ്റെ അങ്ങനെ വേറെ പൈസയൊന്നുമില്ല. ഞാൻ വന്ന സമയത്ത് ഒരു ജോഡി, ഒരു പാൻറ്, ഒരു ഷർട്ട്. നീ അത് വിട്, നമുക്ക് ചില്ല, നമുക്ക് ഫൺ കാര്യങ്ങളൊക്കെ കോമഡി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇങ്ങനൊരു ബാക്ക് സ്റ്റോറിയുള്ള ഒരാള്, ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ ഫേസ് തന്നെ ഇവനെ ആദ്യം കണ്ട സമയത്ത്, ഇവനെ വീഡിയോ കാണുന്ന സമയത്തൊക്കെ ഞാൻ എന്താ ഇങ്ങനെ ലൈക്ക് എന്തോ ഒരു ബാഗേജ് ഉള്ള പോലെ തോന്നി, സംതിങ് ഒരു ഫിഷി സാധനം. ബട്ട് ഇങ്ങനത്തെ ഒരു സംഗതി ഇവൻ്റെ മനസ്സ് കിടക്കുമ്പോൾ ചില സമയങ്ങളിൽ ഇവൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു നിഗൂഢത തോന്നും. ഇപ്പം എല്ലാം ബാഗേജ് അവൻ ഇറക്കി വ്യൂവേഴ്സിനോട് അവൻ കാര്യം പറഞ്ഞു, എൻ്റെ ബാക്ക് സ്റ്റോറി എല്ലാവർക്കും പറയാം. പിന്നെ ആ ഒരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു, എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച സാധനമൊക്കെ ഭയങ്കര രസമായിരുന്നു. സോ ദ എൻറ്റയർ ഗ്യാങ് ഈസ് ഗെറ്റിംഗ് ലൈക്ക് എന്താ പറയുക, ഒരു മെച്ചുവേർഡ് പ്യൂരിഫൈഡ് ഫേസിലേക്കാണ് പോകുന്നത്. അതിനിടയിൽ മറ്റേ റോക്കറ്റ് വിട്ട പോലെ മൂളി പോയതാണ് ഈ മമ്മൂൻ്റെ ഇൻ്റർവ്യൂവും ഇവൻ ഈ പറഞ്ഞ കാര്യങ്ങളും. അതിനിടയിൽ അത് അവരുടെ കുത്തിയുള്ള ചോദ്യവും അത് എടുത്തു ഓടുന്നിട്ടൊരു സംഗതി ആക്കലും. സോ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പറഞ്ഞ് ആക്ച്വലി ആസ് ആൻ ആങ്കർ അവർക്ക് പറഞ്ഞു കൊടുക്കാം അവനോട്, മോനെ എടാ അതൊക്കെ പണ്ടത്തെ കാര്യം, നീ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, നീ ചെയ്യരുത് കേട്ടോ, ചെയ്തു, നീ ചെയ്യാൻ പാടില്ല, മോശമായ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ കാണുന്ന വ്യൂവേഴ്സ് മനസ്സിലാക്കുന്നത് അവൻ പണ്ട് ചെയ്തൊരു കാര്യം പറഞ്ഞതാണ്, ആരും അത് അനുകരിക്കരുത്, അതൊരു മാന്യതയാണ്. മനസ്സിലായോ? അതിൻ്റെ ഒരു സ്പേസ് പോലും അവിടെ വിടാതെ അത് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് ചിരിച്ച് തള്ളി അങ്ങനെ വിട്ടത് അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫൈൻ, ഒരു കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഫേസിലിരിക്കുന്ന ആർക്കും അതത്ര തമാശയായിട്ട് തോന്നില്ല. പിന്നെ ഇത് സഫർ ചെയ്ത് ഒരുപാട് പേരുണ്ട് സൊസൈറ്റിയിൽ. ഈ ഒളിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞ സംഗതി കൊണ്ട് ലൈഫിനെ ട്രോമയായിട്ട് കിടക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായ? പിന്നെ നാട്ടിൽ ഇഷ്ടംപോലെ ടീംസ് ഉണ്ട്, വളഞ്ഞു കെട്ടി അടിയും കിട്ടി കാലാകാലം മറ്റേ ഒളിഞ്ഞു നോക്കിയല്ലേ, പേരാണ് ഒളിഞ്ഞു നോക്കിയല്ലേ, ആ പേരിൽ ഇപ്പോഴും നാട്ടിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക്, പല ആളുകളും ഉണ്ട് ഒളിഞ്ഞു നോക്കി എന്നുള്ള പേരിൽ ഇപ്പോഴും ഒളിഞ്ഞു നോക്കാൻ നടക്കുന്ന കുറേ അമ്മമാരുണ്ട്. അതൊരു രോഗമാണ്. മനസ്സിലായോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഗതിയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അറ്റ്ലീസ്റ്റ് റെപ്യൂട്ടഡ് മീഡിയ ആകുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ അറ്റ്ലീസ്റ്റ് ഓൺ ദ എഡിറ്റിംഗ് ടേബിൾ ട്രൈ ടു കട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ ചോദിക്കാം, നിങ്ങളൊക്കെ അത് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ പറയുന്നില്ല, അപ്പോൾ അത് വീണ്ടും സർക്കുലേറ്റ് ആവില്ല. ആവുന്നുണ്ട്, മാറ്റം വരാൻ വേണ്ടിയിട്ടാണ്, മാറണം എന്നുള്ളത് കൊണ്ടുമാണ്. ഓക്കെ, അങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ നത്തിങ് ലൈക്ക് പേഴ്സണൽ ഓർ നത്തിങ് ലൈക്ക് ദാറ്റ്. സോ ഗൈസ്, അതാണ്. അപ്പോൾ എന്താണെങ്കിലും MRG ഗ്യാങ്, തൊപ്പി ഗ്യാങ് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ലെറ്റ്സ് സീ എന്താണ് അവരുടെ ഫ്യൂച്ചർ എന്നുള്ളത്.